ദൃശ്യം 3യിലും ഭാഗമാണോ അല്ലേ? ദൃശ്യം 3യുടെ ഭാഗമാണ്. ജോർജ് കുട്ടിയുടെ വക്കീലല്ലേ? രണ്ടാം ഭാഗത്തിലും ജോർജ് കുട്ടി രക്ഷിക്കാനുള്ള വക്കീലായിരുന്നു, മൂന്നാം ഭാഗത്തും അതേ രീതിക്ക് തന്നെ ജോർജ് കുട്ടി രക്ഷിക്കാനുള്ള വക്കീലായിട്ട് ഉണ്ടാകും, എന്തായാലും ഉണ്ടാകും. ഞാൻ രക്ഷിക്കേണ്ട കാര്യമുണ്ടോ ജോർജ് കുട്ടിയുടെ? ജോർജ് കുട്ടി തന്നെ എന്തെങ്കിലും വഴി കണ്ടെത്തിയിട്ടുണ്ടാകും. യെസ്. ഈ തവണയും ഈ ഒരു ദൃശ്യം 3യിലും ആ ഒരു സസ്പെൻസ് ഉണ്ടാവും, വക്കീൽ പോലും അറിയാത്ത സസ്പെൻസ് ഉണ്ടാവും. ഇന്നിപ്പോ തുടക്കമാണ്. അപ്പൊ ഞാൻ എങ്ങനെയാണ് ആ സസ്പെൻസിന്റെ കാര്യം പറയുന്നത്? പ്രത്യേകിച്ച് ദൃശ്യം 3 അല്ലേ, നല്ലൊരു ഈ പറഞ്ഞ പോലെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കുറെ ഇവന്റ്സും ഒക്കെ ഉണ്ടാകും എന്തായാലും, തീർച്ചയായിട്ടും. എന്നാലും ഒത്തിരി വലിയ സസ്പെൻസ് ഒന്നും അങ്ങനെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ജീവിതത്തിലും അഭിഭാഷകയാണ്, അപ്പൊ സിനിമയിലും അഭിഭാഷകയായപ്പോൾ വളരെയധികം സന്തോഷം അല്ലേ? പിന്നെ വളരെ സന്തോഷം. അത് മോഹൻലാലിനൊപ്പം മോഹൻലാൽ രക്ഷിക്കാൻ വേണ്ടി ഒരു അഭിഭാഷകൻ എന്ന് പറയുമ്പോൾ അതിന് വലിയ ഭാഗ്യം നമുക്കില്ലല്ലോ. വളരെ ഭാഗ്യമായിട്ട് ലാലേട്ടന് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ഒരു നിറവിൽ കൂടിയാണ് ഈ ഒരു സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കാൻ. അതാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും ഞങ്ങളുടെ സന്തോഷത്തിന്റെ അഭിമാനത്തിന്റെ ഒക്കെ മധുരം ഇരട്ടിച്ചിരിക്കുകയാണെന്ന് പറയുന്ന പോലെ ഭയങ്കര പ്രൗഡാണ് എല്ലാവരും. അപ്പോൾ ലാലേട്ടൻ വരാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഞങ്ങൾ. ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും. എല്ലാവരും എന്ന് പറയുമ്പോൾ ഇന്ത്യ ലാലേട്ടനെ അറിയുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് അഭിമാനകരമായിട്ടുള്ളൊരു നിമിഷമാണല്ലോ. അതിൻ്റെ ഒരു സന്തോഷവും അഭിമാനവും ഒക്കെയാണ്. താങ്ക് യു.